നമസ്കാരം, എൻ്റെ പേര് ജോത്സ്ന ജ്യോതി. ഞാൻ GHS ടെമ്പറിലാണ് പഠിക്കുന്നത്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ജാനറ്റ് ലയ. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് അജയ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. SIM പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഞങ്ങൾ ഏലപ്പാറ പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏലപ്പാറ പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന ഗുരുതര പ്രശ്നങ്ങളിലൊന്നാണ് മണ്ണ് മലിനീകരണം. വർദ്ധിച്ച തോതിൽ പ്ലാസ്റ്റിക് തള്ളുന്നതും തോട്ടം മേഖലകളിൽ അമിത രാസവളങ്ങളും അമിത കീടനാശിനികൾ ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഘടനയെ കുറയ്ക്കുന്നു. കൂടാതെ രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. മണ്ണിരകളുടെയും മണ്ണിലെ സൂക്ഷ്മജീവികളുടെയും നാശത്തിന് കാരണമാകുന്നു. മണ്ണ് മലിനീകരണം മാത്രമല്ല, വായു മലിനീകരണവുമുണ്ട്. കുന്നുകൾ ഇടിച്ചു മൂട്ടുന്നത് മൂലവും പാറകളുടെ പ്രവർത്തനം മൂലവും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കൂടുന്നു. ഇത് വായു മലിനീകരണത്തിന് കാരണമാകുന്നു. ഏല, തേയിലം, കാപ്പി തുടങ്ങിയ തോട്ടവിളകളിൽ മരുന്നടിക്കുന്നതും അന്തരീക്ഷം വിഷമാകുന്നു. വായു മലിനീകരണവും മണ്ണ് മലിനീകരണവും മാത്രമല്ല, ജലമലിനീകരണവും ഉണ്ട്. ധാരാളം ജലസ്രോതസ്സുകളുള്ള ഇടമാണ് ഏലപ്പാറ പഞ്ചായത്ത്. എന്നാൽ മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലവും തുണി അലക്കലും കന്നുകാലികളെ കുളിപ്പിക്കുന്നത് മൂലവും ജലാശയങ്ങളിലെ ജലം മലിനമാകുന്നു. കൂടാതെ മഴക്കാലങ്ങളിൽ തോട്ട മേഖലകളിൽ ഉപയോഗിച്ചു വരുന്ന രാസകീടനാശിനികളും രാസവളങ്ങളും മഴവെള്ളത്തോടൊപ്പം ഒഴുകി ജലാശയങ്ങളിലെത്തുന്നു. ഇത് മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നു. കൂടാതെ ആൽഗകളുടെ അളവ് കൂടുന്നതും ജലാശയങ്ങളിലെ സന്തുലിതാവസ്ഥ നശിക്കുന്നതിനും കാരണമാകുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രകൃതിയെ സംരക്ഷിക്കുക, മരങ്ങൾ കൂടുതൽ നട്ടുപിടിപ്പിക്കുക, രാസവളങ്ങൾ ഉപയോഗം കുറയ്ക്കുകയും ജൈവവളങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കാവുന്നതാണ്. നന്ദി. നമസ്തേ.